ഹലോ, എന്നാണ്ട് വിശേഷം? ബേസിലാണ്. രാവിലത്തെ ഫീൽഡ് വർക്ക് പാമ്പാടി റൂട്ടിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പം ഉച്ചവരെയുള്ള വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്താണ് ഈ അരുവിക്കുഴി. പാമ്പാടിക്ക് കൂരോപ്പടയ്ക്ക് പോകുന്ന വഴിക്ക് അടുത്താണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ലൊക്കേഷനുണ്ട്, സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. എല്ലാവരും വന്ന് പരിചയമുള്ള സ്ഥലം തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പ്ലാസ്റ്റിക് ഡയറി എന്നുള്ളൊരു ബോക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്ത് വന്ന്, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഉച്ചക്കത്തെ. അപ്പോൾ ഇന്നലെ ഞാൻ വൈഫിനോട് പറഞ്ഞു, നാളെ തൊട്ട് എനിക്കും ടിഫിൻ വേണം. കൊച്ചിനെ രാവിലെ ടിഫിൻ കൊടുത്താണ് വിടുന്നത്. പക്ഷേ എല്ലാ ദിവസവും അടുപ്പിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഒന്നാമത്തെ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ എപ്പോഴും അടുപ്പിച്ച് കഴിക്കുന്ന അത്ര സുഖമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് ആസ്വദിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കറി വലിയ കാര്യമായിട്ടുള്ള കറികളൊന്നുമില്ല. ചോറുണ്ട്, ഈ പയർ തോരനുണ്ട്, അച്ചാറുണ്ട്, മോര് കറിയുണ്ട്. അപ്പോൾ അത് കൂട്ടി കഴിക്കാം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സെയിൽസിൽ ഇന്ന് ഇപ്പോൾ ഉച്ചവരെയുള്ള ഫീൽഡ് വർക്ക് കഴിഞ്ഞു. അതിനിടയ്ക്ക് അരുവിക്കുഴിയിലൊക്കെ വീഡിയോസ് ഞാനിപ്പോൾ ഇട്ടായിരുന്നല്ലോ. അവിടെ നമ്മൾ പാമ്പാടി റൂട്ടിലായിരുന്നു, കോട്ടയം പാമ്പാടി റൂട്ടിലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഏകദേശം ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 3 മണി വരെ, ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഒരു 3 മണി വരെ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ പോയ വർക്കിൻ്റെ ഒക്കെ നമ്മൾ ഇതുപോലൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, സെയിൽസിലുള്ള എല്ലാവർക്കും അറിയാം. ഇതുപോലൊരു ബുക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാഗിനകത്തിട്ട് ഇച്ചിരി വളഞ്ഞൊക്കെ പോയി. ഇതിനകത്ത് നമ്മൾ ഡെയിലി റിപ്പോർട്ട് പോലെ രാവിലെ ഉച്ചയ്ക്ക് വീട്ടിൽ എഴുതും. വൈകുന്നേരം വരെയുള്ള റിപ്പോർട്ടുകൾ എല്ലാ ദിവസവും നമ്മൾ എഴുതി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷം പറയാനുള്ളത്, ഒരു വർക്ക് നമുക്ക് കൺഫേമായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയെടുത്ത ഒരു 5 ക്യാമ്പുകളുടെ ഒരു വർക്ക് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. അവർക്ക് അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചിട്ടാണ് ബാക്കി സംസാരിക്കാം. തോരനൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്, തഴപ്പുലി, വെള്ളരിക്ക വെച്ചിട്ടുള്ള മോര് കറി ഉണ്ട് കേട്ടോ. അത്ര വലിയ കാര്യമായിട്ട് ഇതൊക്കെ തന്നെ ധാരാളം. വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഫുഡായതുകൊണ്ട് ഇതൊക്കെ പണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിൽസ് തുടങ്ങുന്ന സമയത്ത് അറിയാമല്ലോ, വോഡാഫോണിൻ്റെ സിം കാർഡ് വിൽക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ സെയിൽസ് ജോബ്. എൻ്റെ 3000 രൂപ, അത് പോസ്റ്റ് പെയ്ഡ് സിം കാർഡാണ് കേട്ടോ. 3000 രൂപ, 3000-5000 അങ്ങോട്ട് അടുത്താണ് ശമ്പളം. അപ്പം അന്ന് ഞങ്ങളുടെ പരിപാടി ഇതാണ്. അതുപോലെ റൂട്ടൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒതുക്കമുള്ളടത്ത് പോയി വീട്ടിൽ നിന്ന് ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല,
കുറച്ച് കൂട്ടുകാരൊക്കെ കാണും. ഒരു സെയിൽസ് പോകുന്നുണ്ട്, കൂട്ടുകാരൊക്കെ കാണും. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിപ്പൊക്കെ. ഇത് പൊടിമീനാണ് കേട്ടോ, പൊടിമീൻ വറുത്തതാണ്. കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളി.